Flavours of AB Kitchen. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. എനിക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസ് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് വേവാൻ ആവശ്യമായ വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് 2 വിസിലടുപ്പിക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്കയും പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3-4 ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ നേരിട്ട് സാമ്പാറിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാറില്ല കേട്ടോ, ഇങ്ങനെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് സാമ്പാറിന് വലിയ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് പൊടിയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. അതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാം. നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പീസസ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 വിസിലടുപ്പിക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് താളിച്ചെടുക്കാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകൊക്കെ പൊട്ടിക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇവിടെ കിട്ടിയില്ലതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഓണത്തിന് സദ്യയ്ക്ക് ഈ സാമ്പാർ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.